നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 46. അമ്മയ്ക്ക് തൻ്റെ കാലുകൾ നിശ്ചലമായതുപോലെ തോന്നി. താൻ ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു. ഇത് തൻ്റെ വീട് തന്നെയാണോ എന്ന സംശയം പോലും അമ്മയിലുണ്ടായി. അമ്മ അന്താളിച്ച് നിൽക്കുന്നത് കണ്ട് ജയ് പറഞ്ഞു, ചെല്ലമ്മേ. അമ്മ ഒരു നിമിഷം ജയെ ഒന്ന് നോക്കി. എടാ, ഇതൊക്കെ? ചിരിച്ചുകൊണ്ട് ജയ് മറുപടി പറഞ്ഞു, അമ്മയുടെ മക്കൾ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ പിറന്നാൾ സമ്മാനം. ഇതൊക്കെ ഇപ്പോൾ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? അയ്യോ, ഇതിൽ ഞാൻ ഇടനിലക്കാരൻ മാത്രം. പ്ലാൻ മൊത്തം അമ്മയുടെ മക്കളുടേതായിരുന്നു. ഞാൻ വെറുതെ നിന്ന് കൊടുത്തു എന്ന് മാത്രം. അമ്മ ഈ ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, ഇത് വലിയേട്ടൻ വാങ്ങി തന്നതാണ്. അമ്മ ഇന്ന് ഈ സാരി ഉടുപ്പിച്ച് ഈ ഫംഗ്ഷനിൽ കൊണ്ടുവന്ന് തരണം എന്നാണ് എനിക്കുള്ള ഓർഡർ. അത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. അത്രയേ ഉള്ളൂ. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസയും വലിയേട്ടൻ്റേതാണ്, എൻ്റേതല്ല. അമ്മയെ സന്തോഷിപ്പിക്കണമെന്ന് അമ്മയുടെ മക്കളങ്ങ് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ഞാനതിന് ഒരു ഇടനിലക്കാരനായിട്ട് നിന്നു വന്നു, അത്രയേ ഉള്ളൂ അമ്മ. അമ്മ ചെല്ല്, കാത്തിരിക്കുന്ന ബന്ധുക്കളെയും മക്കളെയും ഒക്കെ ഒന്ന് കാണ്. ജയ് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. മുന്നോട്ട് നടക്കുന്ന ഓരോ നിമിഷവും അമ്മയുടെ ഹൃദയം വല്ലാണ്ട് സന്തോഷം കൊണ്ട് നീറുകയായിരുന്നു. തൻ്റെ വീട് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഒരുക്കങ്ങൾ തൻ്റെ മക്കൾ ചെയ്തത്? എത്ര ആലോചിച്ചിട്ടും അമ്മയ്ക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ ഒരുക്കം, ആ ആഡംബരം ഒക്കെ അമ്മയ്ക്ക് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ അത്ഭുതം വിട്ടുമാറാതെ അമ്മ ചുറ്റുമൊന്ന് നോക്കി. തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്രയും നിശബ്ദത. വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ തൻ്റെ സ്വന്തം പിറന്നാൾ ഇന്നിങ്ങനെ ആരോ എന്തൊക്കെയോ ചെയ്തു വെച്ചു എന്ന് മാത്രം അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയുടെ മക്കൾ ചെയ്തതാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ അമ്മയ്ക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായി തൻ്റെ പിറന്നാളുണ്ട്. അവരൊരിക്കലും അത് ഓർത്തിരുന്നില്ല. ഇന്നിങ്ങനെ അവരിത് ഓർത്തു. ഇത്രത്തോളം ആഘോഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഒന്നും വിശ്വസിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മുന്നിലുള്ള അലങ്കാരപ്പണികൾ, തനിക്ക് വേണ്ടി ഒരുക്കിയ ആ കേക്ക്, ഇത് തനിക്ക് വേണ്ടിയാണോ എന്നുള്ള ചിന്ത, ബന്ധുക്കൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ വരവേൽക്കാനൊരുക്കുന്ന തൻ്റെ മക്കൾ, ഒന്നും കണ്ണിനെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാഴ്ചയായിരുന്നുവെങ്കിലും അമ്മ ചിരിച്ചു. അത്ഭുതം വിട്ടുമാറാതെ തന്നെ. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് മാത്രമുണ്ടായിരുന്ന ഒരാഘോഷമായിരുന്നു തൻ്റെ പിറന്നാൾ. ഭർത്താവിൻ്റെ മരണത്തോടെ തൻ്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞുപോയ ഒരു ദിവസം, അതുമാത്രമാണ് തൻ്റെ പിറന്നാൾ. ഇന്ന് അതേ ആവേശത്തോടെ അതേ ആഹ്ലാദത്തോടെ തൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതം മാറിപ്പോയോ? എത്രയോ വർഷങ്ങളായി തനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് ഇന്ന് രാവിലെ മുതൽ ജയ് തനിക്ക് തിരിച്ചു തരുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷേ അതൊരിക്കലും ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു തരാൻ ദൈവം കൊണ്ടുവന്ന് തന്നതാണോ ജയ്യെ? അമ്മയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുകയാണ്. അകത്ത് അമ്മയെ കാത്തിരിക്കുന്ന സ്നേഹത്തോടെയുള്ള ബന്ധുക്കളുടെ ചിരിയും മക്കളുടെ സന്തോഷവും കണ്ടപ്പോൾ അമ്മ മനസ്സറിഞ്ഞു സന്തോഷിച്ചു. കയറി വാ അമ്മ, ഇന്ന് എൻ്റെ അമ്മയുടെ ദിവസമല്ലേ? വലിയേട്ടൻ സ്നേഹത്തോടെ വിളിച്ചു. എൻ്റെ പൊന്ന്, അമ്മ എന്ത് സുന്ദരിയായിട്ടിട്ട്! അമ്മയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ? തമാശ പോലെ അർജുൻ ചോദിച്ചു. ഒന്ന് പോടാ, നിങ്ങൾ എന്തായി കാണിച്ചേ? ഞങ്ങൾക്ക് തോന്നി അമ്മയുടെ പിറന്നാളങ്ങ് ആഘോഷിക്കണമെന്ന്, അത്രയേ ഉള്ളൂ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഏയ് ഒന്നുമില്ല. ആ ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. നിനക്കിപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട്. വന്നതിൽ ഒരു ബന്ധു കമൻ്റായി പഠിച്ചു. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരുക്കങ്ങളാണെന്ന്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കുമെന്ന്. അമ്മയുടെ മുഖത്ത് ഒരുമിച്ച് 2 വികാരങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് അത്ഭുതം, മറ്റൊരു വശത്ത് സന്തോഷം കൊണ്ടുള്ള വേദന. കാരണം നമ്മൾ മറന്നുപോയ സന്തോഷം തന്നെ വീണ്ടും മുന്നിൽ വന്നാൽ ഹൃദയം അതിനെ സഹിക്കാൻ ഒരു നിമിഷമെടുക്കുമല്ലോ. അതായിരുന്നു അപ്പോഴും അമ്മയുടെ മനസ്സിൽ. അമ്മ വീണ്ടും ജയ്യെ തിരിഞ്ഞു നോക്കി. അവനെ അവിടെ കാണുന്നില്ല. എവിടെ പോയി? തൻ്റെ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ കാരണം അവനാണെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും അത് മക്കൾക്കുള്ളതാണെന്ന് അവൻ എന്തിനു പറഞ്ഞുവെന്ന് അമ്മയ്ക്ക് സ്വയം തോന്നി. കൂടുതലൊന്നും പറഞ്ഞില്ല. ജയ്യോടൊരു നന്ദി പോലും പറയാൻ സാധിച്ചില്ല. അവൻ ഒരു ദിവസം മുഴുവൻ തന്നെ ഇട്ട് കറക്കിയത് ഇതിനു വേണ്ടിയായിരുന്നുവെന്ന് അമ്മ തിരിച്ചറിയുന്നു. രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയതും വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഭക്ഷണം കഴിപ്പിച്ചതും ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയതും എല്ലാം അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. തനിക്ക് വേണ്ടി ഇങ്ങനൊരു സർപ്രൈസ് അവൻ ഒരുക്കുന്നുണ്ടായിരുന്നെന്ന് ഒരിക്കലും കരുതിയില്ല. അമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് ജയ്യോടുള്ള നന്ദിയായിരുന്നു. പക്ഷേ അത് വാക്കുകൊണ്ടൊന്നും പറയാൻ പോലും പറ്റുന്നതിന് മുമ്പ് അവൻ ആ സ്ഥലം വിട്ടിരുന്നു. ആ നന്ദിക്ക് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചന പോലെ. സന്തോഷം കൊണ്ട് അമ്മ വീണ്ടും തൻ്റെ മക്കളെ നോക്കി. അവരുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് പോലും അവർക്ക് തോന്നി. അമ്മ കയറി വാ, ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ദിവസമാണ്. അതിൽ മറ്റൊരാൾ കൂടി പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ അമ്മ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ കണ്ണുനീർ ഒളിഞ്ഞിരുന്നു. വലിയ വീടിൻ്റെ ഓരോ കോണിലും ആ ദിവസം ഒരു ചൂടുണ്ടായിരുന്നു. വർഷങ്ങളായി ആ വീട്ടിൽ ആഡംബരം കുറവായിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു. പൂക്കളും ലൈറ്റുകളും കൊണ്ടുള്ള അലങ്കാരം മാത്രമല്ല, മക്കളുടെ സ്നേഹവും ഓർമ്മയും കരുതലും ചേർന്നൊരു ഭംഗി. ഹാളിൽ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ മേൽക്കുരയിൽ നിന്ന് താഴേക്ക് തൂങ്ങിയ പൂമാലകൾ, ചെറിയ സ്വർണ്ണ നിലമുള്ള ലൈറ്റുകളുടെ മൃദുവായ മിനുക്കം, മേശയുടെ നടുവിൽ വലിയ കേക്ക്, അതിൻ്റെ ചുറ്റും പൂക്കളും മെഴുകുതിരിയും. ആ ഒരു വലിയ വീടിൻ്റെ ആഡംബരത്തിൻ്റെ ഇടയിൽ ആ ഒരു ദിവസം ഒരു കുടുംബത്തിൻ്റെ ഹൃദയം തന്നെയായിരുന്നു അലങ്കരിച്ചത്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും ഒരാളിന് മാത്രം ഈ കാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു. മീനു. രാവിലെ ആരോ വന്ന് അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോയി എന്ന കാര്യം മാത്രം മീനുവിനറിയാം. അതിൽ കൂടുതലൊന്നും അറിയില്ല. വല്യേട്ടൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കാം എന്ന വിശ്വാസത്തിൽ മീനു ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ ജയ് പുറത്തു കൊണ്ടുപോയതെന്താണെന്നും വീട്ടിൽ ഇത്രയും വലിയ ഒരുക്കങ്ങൾ നടക്കുന്നതെന്നും ഇതിൽ ജയ്യുടെ പ്ലാൻ തന്നെയാണെന്ന സത്യവും ഇപ്പോഴും മീനുവിന് അറിയില്ല. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആ വീട്ടിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് പോലും മീനുവിന് മനസ്സിലായിട്ടില്ല. അമ്മ ഹാളിൽ മുഴുവനായിട്ട് എല്ലാം ഒന്ന് നോക്കി. ഒരു നിമിഷം വർഷങ്ങൾ പിന്നിലേക്ക് പോയതുപോലെ അവർക്ക് തോന്നി. ആ പഴയ കുടുംബജീവിതം, ആ പഴയ സന്തോഷം, ആ പഴയ ആഘോഷങ്ങൾ ഇന്ന് വീണ്ടും ഒരു ചെറിയ നിമിഷത്തേക്കെങ്കിലും തിരിച്ചു വന്നതുപോലെ. ആഘോഷത്തിൻ്റെ അടുത്ത ഘട്ടം ഇനിയും തുടങ്ങാനുണ്ട്. അമ്മയ്ക്ക് ഇതുവരെ കിട്ടിയത് സർപ്രൈസ് മാത്രം. പക്ഷെ ആ രാത്രി യഥാർത്ഥ വഴിത്തിരിവ് ഇനിയും ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. കാത്തിരിക്കുക പുതിയൊരു വ്യക്തിയുടെ എൻട്രിക്ക് വേണ്ടി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്